മാർക്കറ്റിങ്ങിന് ഡൗൺ ആയിരിക്കുന്ന സമയത്തും നമ്മുടെ മെൻറ്റേഴ്സ് സ്റ്റുഡൻസ് ലൈവ് ട്രേഡ് കൊടുത്തിട്ടും ലൈവ് ട്രേഡ് സെറ്റപ്പ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതിനെക്കുറിച്ച് നമ്മൾ മെൻറ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം. ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ മെൻറ്റേഴ്സ് അവരുടെ ലൈവ് ട്രേഡും ട്രേഡ് സെറ്റപ്സും ഷെയർ ചെയ്തിട്ടാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ലാസ്റ്റ് മന്തിലോ ഒക്കെ നമ്മൾ മെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് സെറ്റപ്പുകളും അതിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡ് നമ്മൾ ഫെബ്രുവരി 24 കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിരുന്ന നാരായണ ഹൃദയാല NH എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് 1400 എബോ ആണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു സ്റ്റോക്ക് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റിനേക്കാൾ മുകളിൽ ഒരു 19%, 19% മുകളിലാണ് സ്റ്റോക്ക് റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫോളിംഗ് മാർക്കറ്റിൽ അത്യാവശ്യം വലിയൊരു ഗ്രാബായിരുന്നു. നമുക്ക് കാസ്ട്രോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് 210 എബോയാണ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റോക്ക് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 225 എന്ന് പറയുന്ന റേഞ്ച് വരെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ലാസ്റ്റ് മന്തിലും ലാസ്റ്റ് വീക്കിലും ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റീസിൽ ഷെയർ ചെയ്തിട്ടുള്ള ഷോർട്ട് ടേം ട്രേഡ് സെറ്റപ്പാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ലൈവ് ട്രേഡ്സ് നമ്മൾ എടുക്കുന്ന ട്രേഡ് സെറ്റപ്പുകൾ ഈവൻ ലെവൽസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്രാബാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ട്രേഡിൽ സ്റ്റോക്ക് ഓപ്ഷൻ്റെ ട്രെൻഡിൻ്റെ ഒരു 5200 CE ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 240 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാർഗറ്റ്. ഓൾമോസ്റ്റ് ഒരു 233 എന്ന് പറയുന്ന റേഞ്ച് ആയപ്പോൾ തന്നെ നമ്മൾ സ്റ്റുഡൻസിനോട് കമ്മ്യൂണിറ്റിയിൽ എക്സിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.